വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ചന്ദ്രയാണെങ്കിൽ ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഡെയ്സി ഇങ്ങനെ പെരുമാറുന്നത്, എപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന് വിള്ളലുണ്ടായത്, എനിക്ക് എന്താണ് അവളെ സ്നേഹിക്കാൻ കഴിയാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവിടെ നിൽക്കുമ്പോൾ കമലിനാണെങ്കിൽ ഓട്ടമായിട്ട് വരുന്നുണ്ട്. കമലിന് ആ ഒരു സന്തോഷത്തിലോട്ട് എന്താ ആശാനെ മുറ്റത്ത് ഉലാത്തുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാടി ഇറങ്ങുകയാണ്. അന്നേരം ഒന്നുമില്ല, ഞാൻ വെറുതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവൻ്റെ മുഖം മാറ്റുമ്പോൾ ആ മുഖത്ത് ഒരു വിഷമം കാണുന്നുണ്ട്. അന്നേരം എന്താ ആശാനെ, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടാ, എനിക്ക് അങ്ങനെ മറച്ചിക്കത്തക്ക രഹസ്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ കമലം പറയുകയാണ്. എന്നിട്ട് കമലം ചോദിക്കുന്നുണ്ട്, ആശാൻ ആ കുട്ടി വിവാഹം കഴിച്ച് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ ചാരി എന്ന് ശിവൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ സ്നേഹിച്ചതും താലി കെട്ടിയതും ഒക്കെ. പക്ഷേ അതിന് ശേഷം പിന്നീട് അവളെ ഒന്ന് സ്നേഹിക്കാനോ അവളോട് അടുക്കാനോ ഒന്നും എനിക്കങ്ങോട്ട് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഒരു ജീവനുള്ള പ്രതിമ പോലെ ഞാൻ അങ്ങോട്ട് നടക്കുന്നതേ ഉള്ളൂ. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഒക്കെ മറ്റാരോ പറയുന്നത് പോലെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പിന്നെ ഇത് മറ്റ് നിയന്ത്രണം വേറെ ആരുടെ കയ്യിലാണ്, അതെനിക്ക് എന്താണ് ഏതാണെന്നൊന്നും പറയാനായിട്ടും കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ശിവനാകെ ഇങ്ങനെ വിഷമിച്ച ആ ഒരു സങ്കടം കമലിനോട് പറയുമ്പോൾ കമലിനതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്ന് രാത്രി തന്നെയാണ്. സത്യഭാമയാണെങ്കിൽ വീട്ടിൻ്റെ ആ ഒരു സിറ്റൗട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. അന്നേരം ആ വീഡിയോയിൽ ഡെയ്സി കാണിക്കുന്ന ആ വേൽത്തരങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. അന്നേരം പൊന്നി വരുന്നുണ്ട്. എന്താ ഇത്രയും നേരം ആയിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ശിവൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ, പിന്നെ ഓരോരോ ഭ്രാന്ത് അവളുടെ സ്വഭാവം അവന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം പൊന്നി പറയുന്നുണ്ട്, വീഡിയോയിൽ താലി കെട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം അത് സ്നേഹിച്ച് നടന്ന കാലത്ത് ഒരു പോയത്തരം നിയമപരമായിട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ അതിന് അത്രയും ഇത് കൊടുത്താൽ മതി, അല്ലാതെ എന്തായാലും സ്വഭാവം അവന് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ പിള്ളയാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴ. അന്നേരം പിള്ള സ്കൂട്ടിയിൽ വരുന്നുണ്ട്. പിള്ളയോടും പറയുന്നുണ്ട്, ശിവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തായാലും വല്ലാത്ത കഷ്ടം തന്നെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനി അകത്തേക്ക് കയറുകയാണ്. ഭാമയോട് പറയുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്താണ് സത്യാമ്മ വിളിച്ചത്, പിന്നീട് തിരിച്ച് വിളിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ടി വിയിലൂടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്നാലും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഓരോരോ ഭ്രാന്ത്, അവൾ കാരണം ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ഭക്ഷണം കഴിച്ചു? അന്നേരം ഇല്ല, ശാലിനി കുഞ്ഞ് വന്നിട്ട് മതിയെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് എടുത്തു വെച്ചോ വരാമെന്ന് പറഞ്ഞു പൊന്നി അങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നമ്മൾ പുറമേ കാണുന്നത് പോലെയൊന്നും അല്ല ആൾക്കാർ, പുറമേ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ വിഷങ്ങളായിരിക്കും, നമ്മളെ കൊല്ലാൻ വരെയുള്ള രഹസ്യങ്ങൾ വരെ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ ഒരു പെണ്ണ് കണ്ണീരൊലിപ്പിച്ച് ചോരയൊലിപ്പിച്ച് നിന്നാൽ അതിനെ കണ്ണീരൊപ്പാനും ആശ്വസിപ്പിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയ എല്ലാവരും ജനം അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. പിന്നെ വേലായുധൻ്റെ മകൾ റാണി ആ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ശിവനിപ്പോൾ അകത്ത് കിടന്നേനെ, ഞാൻ വരെ അത് കണ്ട് ശിവനെ തെറ്റിദ്ധരിച്ച് പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മോള് പറഞ്ഞാൽ ശരി തന്നെയാണ്, എന്തായാലും ഇത്രയുമൊക്കെ നടന്നിട്ടും ശിവൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം സ്നേഹിച്ച് നടന്നിട്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശിവന് കഴിഞ്ഞില്ല, അതാണ് വലിയൊരിത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളിങ്ങനെ ദീപകിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വീടില്ലാതെ എങ്ങനെ അവർ ഉറങ്ങുമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം വിശപ്പില്ലാന്ന് ഇങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം എന്താ വിശപ്പില്ലാത്തത്, അപ്പോൾ സത്യക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് പപ്പിക്കും വേണ്ടേ, അതെ ഇനി വേറെ എന്തെങ്കിലും ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനസ്സിന് സന്തോഷമൊന്നുമില്ല എന്നിങ്ങനെ രണ്ടുപേരും പറയുമ്പോൾ അച്ചോടാ എൻ്റെ മക്കൾക്ക് എന്താ സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ദീപകിൻ്റെ കാര്യം ആലോചിച്ചാണ്, കിടന്നുറങ്ങാനായിട്ടൊരു വീടും ഇല്ലല്ലോ, ചേച്ചിക്ക് അപകടം വന്നപോലെ അവനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയൊക്കെ ഉണ്ട്, നല്ലൊരു വീട് വെച്ച് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. വലിയ വീടൊന്നും വേണ്ട, അവർക്ക് പേടി കൂടാതെ കിടന്നുറങ്ങാൻ പറ്റിയൊരു വീട് വെച്ച് കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ വലിയൊരു മനസ്സിൻ്റെ ഉടമയായ അച്ഛൻ്റെ മക്കളല്ലേ, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ട് മനസ്സിലിരുന്നായിരുന്നു നിങ്ങളുടെ അച്ഛനും, അതേപോലെ തന്നെയാണ് നിങ്ങളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ സത്യഭാമ വരുന്നുണ്ട്. കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് ഭാമ വരുന്നത്, ഒരു ആപ്ലിക്കേഷൻ കവർ എന്ന പോലെ. അന്നേരം പിന്നെ കൂട്ടുകാർക്ക് വീടില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഭാമയോട് അവരും പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ ചോദിക്കുമ്പോൾ അന്നേരം രണ്ടുപേരും അങ്ങോട്ട് വന്നാട്ടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഭാമ. എന്നിട്ട് ഈ കുട്ടികൾ പിന്നെ സത്യഭാമയാണെങ്കിൽ ഒരു കവറ് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, വിഷ്ണുവിൻ്റെ ഇൻഷുറൻസ് മുടങ്ങിയെന്ന് വന്ന പേപ്പറാണ്, അവനിനി അത് അടയ്ക്കുമെന്ന് തോന്നുന്നില്ല, കുട്ടികളും കുടുംബവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നത് എങ്ങനെ അടയ്ക്കാനാണ്, മോൾ എന്താണെന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് ശാലിനിയുടെ കയ്യിലേക്ക്
ഫാമയിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വന്നേന്നും പറഞ്ഞ് ഫാമ അങ്ങ് വന്നേക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി ഇതിങ്ങനെ വായിച്ച് നോക്കുകയാണ്. ഇൻഷുറൻസ് മെച്ചുറായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ സത്യഭാമ അല്ലെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആലോചിക്കുന്നത്, വീട് വയ്ക്കാൻ പൈസ എങ്ങനെയെന്നാണോ ആലോചിക്കുന്നതെന്ന്. അന്നേരം അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും വഴി കിട്ടി, ഇതേ നിങ്ങളുടെ അച്ഛൻ തന്നെ വഴി പറഞ്ഞു തന്നു എന്ന് പറയുക. അന്നേരം അപ്പോൾ അച്ഛൻ വരൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ വന്നില്ലെങ്കിലും അതിനുള്ള തുക കിട്ടിയാൽ പോരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വീടിൻ്റെ കാര്യം സെറ്റ് അല്ലേ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അതിങ്ങനെ പിന്നെ ആ ഒരു പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. അനുപല്ലവി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ഇൻഷുറൻസ് കിട്ടാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ അറിയാൻ വേണ്ട, ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ് മാഡം എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണെന്ന് പെട്ടെന്ന് ശാലിനി കള്ളം പറയുന്നുണ്ട്. അന്നേരം ശരി മാഡം എന്ന് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ കുട്ടികളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് അവരുടെ അച്ഛൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനം പോലെ ആയിക്കൊള്ളട്ടെ ആ കുട്ടികൾ കൂട്ടുകാരന് വേണ്ടി കൊടുക്കുന്ന വീട്. സർക്കാരിൽ നിന്നാണെങ്കിൽ അതൊക്കെ വരാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും. അതിനുശേഷം 30 ലക്ഷം രൂപയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീടെല്ലാം സെറ്റാകും എന്ന് പറയുമ്പോഴാണ് കുട്ടികൾ പോകുന്നത്. അതായത് ഇതെന്തായാലും വിഷ്ണുവേട്ടനെ പോലെ തന്നെയാണ് മക്കൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അവരുടെ വിഷ്ണുവേട്ടൻ്റെ ഹൃദയവിശാലത മക്കൾക്കുണ്ട് എന്നങ്ങനെ പറഞ്ഞ് മുമ്പേ വിഷ്ണുവിനുള്ള നിമിഷങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. കടൽ തീരത്തെ കുട്ടികളെല്ലാവരുമായിട്ട് കളിക്കുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച്. പക്ഷേ ശാലിനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. വിഷ്ണുവിൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടമൊന്നുമില്ല. ഒരു മരിച്ചിട്ടും വിഷ്ണുവിൻ്റെ സഹായത്തോടെ കുട്ടികളുടെ ആഗ്രഹം സാധിക്കുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ആ പേപ്പറും കൊണ്ടവിടെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിലാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ മേശയൊക്കെ തുടക്കുകയും കണ്ണാടിക്കൂടൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ശാന്ത അവിടത്തേക്ക് വരുന്നുണ്ട്. അതിന് ഗോപാലേട്ട ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അന്നേരം ശാരദ ഉണ്ടായിരുന്നത് പോലെ ഈ കട ഇപ്പോഴും നോക്കണം, അങ്ങനെ അധികം ജോലിക്കാർക്ക് പണി കൂടുതലാണ് എന്നൊരു തോന്നലുണ്ടാകരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മയുള്ളപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, ഞങ്ങളെ കൊണ്ട് അധികം പണിയൊന്നും എടുപ്പിക്കാറില്ല എന്ന് പറയുമ്പോൾ ശാരദ ഉള്ളതുപോലെ തന്നെ ഇതൊക്കെ നോക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എൻ്റെ സ്വന്തം കട പോലെ തന്നെയാണ് നോക്കുന്നത്, ഇവിടെ പണിയുണ്ടെങ്കിലല്ലേ എൻ്റെ വീട്ടിൽ അടുപ്പ് പോകുകയുള്ളൂ, അതുകൊണ്ട് കാര്യമായിട്ട് തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറുപ്പ് സാറ് വരുന്നുണ്ട്. കുറുപ്പ് സാറ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പറയുകയാണ്, നന്നായി ഗോപാലകൃഷ്ണ, ഒരാണുങ്ങളുടെ കൈകൾ ഇവിടെ ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നല്ലത് തന്നെയാണ്, എന്നാലേ ഇവിടെയും കൂടി വൃത്തിയാവത്തുള്ളൂ. അങ്ങനെ കുറേ ശാരദാമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ശാരദയ്ക്ക് ഒരു വാശി ഉണ്ടാവാനേ ഞാൻ ഇന്നും കാരണക്കാരനായിട്ടുള്ളൂ. ശാരദ കെട്ടിപ്പിടിക്കുകയാണ്, മൊത്തം 3 കുട്ടികളെ വളർത്തി കല്യാണം കഴിപ്പിച്ച് എല്ലാം ചെയ്ത് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് ഞാൻ പണ്ടേ ഇങ്ങനെ കുടുംബകാര്യമൊന്നും നോക്കിയിട്ടില്ലല്ലോ. അതിനിപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ എന്നാലാവുന്നത് വിധം ശാരദ ഉള്ളതുപോലെ നോക്കി ഞാൻ നല്ലതുപോലെ നടത്തും, ഇതുണ്ടെങ്കിലല്ലേ ഞങ്ങൾ പട്ടിണി ഇല്ലാതെ കഴിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറാണെങ്കിൽ ശാന്തയുടെ ഒരു ചായ എടുത്തോളൂ, മധുരം കുറച്ച് മതി എന്ന് പറയുമ്പോൾ ശാന്ത ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ സംസാരവും മനംമാറ്റവും ഒക്കെ കേൾക്കുമ്പോൾ കുറുപ്പ് സാറിന് ആകെപ്പാടെ സന്തോഷമാവുന്നുണ്ട്. നന്നായി എന്ന് പറയുന്നുണ്ട്. ഒന്ന് ശാരികയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, അന്നേരം ജീവനോടെ കിട്ടില്ല എന്ന് വിചാരിച്ചതല്ലേ കുഞ്ഞിനെ, പിന്നെ കുഞ്ഞിനെ ലാളിക്കാനും കൂടെ കിടത്താനും പറ്റുന്നില്ല, ആ ഒരു വിഷമമുണ്ട്. എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു, പിന്നെ കുറച്ച് കാശ് ചിലവായിരിക്കും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക. അന്നേരം ഈ പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്യും, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നതല്ലേ, നിങ്ങൾ കുഞ്ഞിനെ സുഖമായി ഈ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും, കാരണം നിങ്ങളിപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ വിളക്കൊക്കെ എടുത്ത് വെച്ച് കത്തിക്കുന്നുണ്ട് കടയിലെ. അന്നേരം കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട്, അല്ല ഗോപാലകൃഷ്ണ, ശാരദ ഇപ്പോൾ എവിടെയാണ്, ഇതൊക്കെ വിട്ട് ശാരദയ്ക്ക് എങ്ങനെ മാറി നിൽക്കാനായിട്ട് കഴിയുമെന്ന് ചോദിക്കുക. അന്നേരം ആ വിളക്ക് കത്തിച്ചങ്ങ് വെച്ചതിന് ശേഷം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ അഗ്നി സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ശാരദ തിരിച്ചു വരും, കാരണം ഈ ഹോട്ടലും നാടും വീടും ഒന്നും ഉപേക്ഷിച്ച് പോകാനായിട്ട് ശാരദയ്ക്ക് കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വിളക്കിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്, ആ ഒരു ആശ്രമം തന്നെയാണ് ആ ഒരു പൂജാമുറിയിൽ, ചുറ്റും കുറേ കത്തിച്ച് വെച്ച വിളക്കുകൾ, അതിന് മധ്യത്തിൽ ശാരദാമ്മ ഇങ്ങനെ ഇരിക്കുന്നു, കസേരയിൽ ഇരിക്കുകയാണ്. പക്ഷേ ശാരദാമ്മ എന്തൊക്കെയോ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിക്കുകയും സങ്കടം പറയുകയും എന്നിട്ട് പ്രാർത്ഥിക്കുകയും ആ ഒരു വിഷമാവസ്ഥയിൽ തന്നെയാണ് ശാരദാമ്മയുടെ ഒരവസ്ഥ കാണിക്കുന്നത്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ ശിവനാണെങ്കിൽ ഉറക്കമാണെന്ന് കട്ടിൽ തന്നെ കിടന്നിട്ട് ചന്ദ്രയോട് ചായ ചോദിക്കുന്നുണ്ട്. അന്നേരം വയ്ക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്ര അവിടെ അടുക്കളയിൽ വലിയ ചായ ഉണ്ടാക്കലിലാണ്. അന്നേരം റാണി ചെല്ലുന്നുണ്ട്. അന്നേരം ഇന്നെങ്ങാനും നടക്കുമോ ചായ തന്നെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് കളിയാക്കുകയാണ്. അന്നേരം ഞാൻ ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഞാനിപ്പോൾ വൃത്തിയിലും എടുപ്പിലും ഒക്കെയാണ്, അപ്പോൾ പതിയെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ റാണി കളിയാക്കുന്നുമുണ്ട്. അന്നേരം അപ്പോൾ ആ ശിവേട്ടനെങ്കിലും ഒന്ന് കൊടുക്കുക, കുറേ നേരമായി ചോദിക്കുന്നു എന്ന് പറയുക. അന്നേരം അതൊക്കെ ഞാൻ കൊടുത്തോളാം
ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്ര ചായ റെഡിയായില്ലേന്ന് വീണ്ടും ശിവ ഉണർന്ന് കിടന്നുകൊണ്ട് ചോദിക്കുക. അന്നേരം വരുന്നു ഏട്ടാന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മുറ്റത്തൊരു കാർ വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആരാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് റാണി ഇറങ്ങുന്നുണ്ട്. അന്നേരം നിർമ്മലയാണ് വരുന്നത്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ ആയിട്ടാണ് വരുന്നത്. അന്നേരം ശിവനും ചന്ദ്ര എവിടെയല്ലേ താമസിക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം ഇവിടെ തന്നെയെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് എപ്പോഴും പിന്നെ ചന്ദ്ര പറയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവിടെ ചായ ഉണ്ടാക്കുന്ന വെള്ളത്തിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവളിവിടെ ചായയൊക്കെ ഉണ്ടാക്കുമോ? അന്നേരം ഉണ്ടാക്കുന്നത് ചായ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളാരും സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ അവരിങ്ങനെ തമാശയോട് സംസാരിക്കുന്നുണ്ട്. അടുക്കളയിൽ പോയി കയറി എനിക്കൊരു കൈ സഹായം പോലും ചെയ്യാത്ത ആളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ദേ ആരാ വന്നിരിക്കുന്നത് നോക്കുമെന്ന് ഇങ്ങനെ റാണി വിളിച്ചു പറയുമ്പോൾ എന്നെ ഇവിടെ ചായ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലേ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ ചോദിക്കുകയാണ്. അന്നേരം അമ്മയെ വന്നേന്നും പറഞ്ഞ് റാണി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിർമ്മല ചെല്ലുകയാണ്. അന്നേരം അമ്മ ഇന്ന് അമ്പലത്തിൽ പോയിട്ടാണോ വരുന്നത്, അച്ഛൻ അറിഞ്ഞിട്ടാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ അറിഞ്ഞാൽ എന്നെ വിടില്ലല്ലോ, പിന്നെ ഇന്ന് ശിവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ പിന്നെ വഴിപാട് കഴിപ്പിച്ചു, അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും കൊണ്ടുവന്ന് തരാമെന്ന് കരുതി എവിടെയും ചോദിക്കുകയാണ്. അന്നേരം എഴുന്നേറ്റില്ല, ചായയ്ക്ക് അവിടെ ബഹളം വയ്ക്കുകയാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ മോളങ്ങോട്ട് മാറിക്കുന്ന അവനുള്ള ചായ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് നിർമ്മല ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം റാണി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പിറന്നാൾ സദ്യയൊക്കെ ഉണ്ടാക്കുമല്ലേ? അന്നേരം അതൊക്കെ ഉണ്ടാക്കി അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് നിർമ്മല പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ട് ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശിവൻ അന്നേരം ഇങ്ങനെ കട്ടിൽ ഉണർന്ന് കിടക്കുകയാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ്. നിർമ്മല ചായയായിട്ട് ചെന്ന് നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ശിവൻ്റെ പിറന്നാളിന് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു രീതിയിലുള്ള ആഘോഷമൊക്കെ കാണുമായിരിക്കും. അതിന് ശേഷം നാളത്തെ ആ ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് അവിടെ യോഹന്നാൻ്റെ വീട്ടിൽ പള്ളിയിലെ അച്ഛനാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വിവാഹം ഉറപ്പിക്കലിൻ്റെ ആ ഒരു ചടങ്ങെന്നോണമാണ് വരുന്നത്. അന്നേരം പയ്യൻ നമ്മുടെ സ്വന്തം അല്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം എന്താ നിൽക്കുന്ന ഇവനാണ്, ഡേവിസാണ്, എൻ്റെ പെങ്ങളുടെ മകനാണ്, ഞാനും പെങ്ങളും ഒക്കെ ചെറുപ്പത്തിലെ കളിച്ച് നടന്ന പ്രായത്തിലെ ഉറപ്പിച്ചതാണ് ഇവരുടെ ആ ഒരു വിവാഹം, അച്ഛൻ വന്നാട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം എൽസമ്മയോട് കുടിക്കാൻ എന്തെങ്കിലും ഇവിടെ അച്ഛൻ വന്നു എന്ന് പറയുമ്പോൾ അതാ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് എൽസമ്മയാണെങ്കിൽ ഇങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് വരുന്നു. പിന്നാലെ ഡെയ്സിയും നല്ല സാരിയൊക്കെ എടുത്ത് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വരുന്ന ഒരു ഡെയ്സി ആകെ സന്തോഷത്തിലൊക്കെയാണ്. ഇതാണ് ആ ഒരു പ്രൊമോയിലും കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കല്യാണം ഉറപ്പിക്കലും ചടങ്ങും കല്യാണമൊക്കെ നടക്കുമായിരിക്കും എന്നുള്ളൊരു വക്കിലെത്തും. പക്ഷേ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ബാക്കി എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.